എൻ്റെ സുഹൃത്ത് പ്രധാനമായും പറഞ്ഞത് അഴിമതി ഒന്നും ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടില്ല, ദുർബലമായ പ്രതിപക്ഷത്തിന് അഴിമതിയൊന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രമെടുത്താൽ, എന്തിന് 5 കൊല്ലം കഴിഞ്ഞ് 2001 പുതിയ മാൻഡേറ്റ് കിട്ടി വന്ന ഇടതുപക്ഷ സർക്കാർ അതിനുശേഷം ഒരു നിലപാടുള്ള പ്രതിപക്ഷമായി കഴിഞ്ഞ 5 കൊല്ലം പ്രവർത്തിച്ച ഈ സംസ്ഥാനത്ത് പ്രവർത്തിച്ച കോൺഗ്രസ് പ്രസ്ഥാനത്തോട് UDF പ്രസ്ഥാനത്തോട് ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാൻ തയ്യാറായിട്ടില്ലെന്നുള്ള സത്യം. ഇവിടെ സൂചിപ്പിച്ചു BJP ഗവൺമെന്റിനായിട്ടല്ല മോഡിക്കെതിരായിട്ടൊന്നും കോൺഗ്രസ്. മോഡി എന്നൊരു വാക്ക് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഉച്ചരിച്ചിട്ടില്ല എന്നുള്ളത് ഇന്നത്തെ ദിനപത്രങ്ങളിൽ പോലും എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ്. UDF പറയേണ്ട കാര്യങ്ങളൊക്കെ കാലാകാലങ്ങളിലും സമയാസമയങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ കാതലായ വിഷയങ്ങളോ അല്ലെങ്കിൽ ജനശ്രദ്ധ ആകർഷിക്കേണ്ട വിഷയങ്ങളോ ഒന്നും UDF അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു ചർച്ചയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ജനങ്ങളുടെ മുമ്പിൽ കൊടുത്താൽ. എല്ലാ ഗൗരവമായ കാര്യങ്ങളും UDF ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള നിസ്സാരമാണെന്ന് കാണുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഒരു പ്രസ്ഥാനത്തിനോട് ജനങ്ങൾക്ക് പലതും പറയാനുണ്ട്. അത് ജനങ്ങൾ പറയേണ്ട സമയങ്ങളിൽ അവരുടെ തെരഞ്ഞെടുപ്പ് അവകാശത്തിലൂടെ പറയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പൊ അതിനുശേഷവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശബരിമല യുവതി പ്രവേശം മാറി മാറി ഒരു പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, അതാണല്ലോ മാൻഡേറ്റ്, ആ മേൽവിലാസം അതാണല്ലോ, മാറി മാറി ഓരോ ദിവസവും അഭിപ്രായങ്ങൾ പറയുകയാണ്. ആദ്യം ഗവൺമെന്റ് ദേവസ്വം ബോർഡിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. അതിനുശേഷം ദേവസ്വം ബോർഡിന് അനുകൂലമായിട്ട് വാദിക്കുവാൻ അവസരം ചോദിച്ചു. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ നമ്മൾ കണ്ടു, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയാൻ തന്നെ നാണക്കേട് തോന്നുന്ന രീതിയിലുള്ള അവതരണങ്ങൾ, തീരുമാനങ്ങളാണ് ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒറ്റ ലക്ഷ്യമേ ഇടതുപക്ഷ മുന്നണി ഭരിക്കണം എന്നതിൻ്റെ അപ്പുറത്ത് യാതൊരു ലക്ഷ്യങ്ങളുമില്ല. ഇപ്പൊ നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് നമുക്കറിയാം, മോദി സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന, അവരുടെ എല്ലാ തീരുമാനങ്ങളും തെറ്റാണെന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം ഞങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നീതി ആയോഗിനെ അവലംബിച്ചാണ് കേരള നമ്പർ 1, അല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ 97%. എന്താണ് ഈ 97% നടപ്പാക്കിയെന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലായിട്ട് ഒരു ഐറ്റം എടുത്ത് പറയാൻ കഴിയുമോ? സാധാരണഗതിയിൽ ഉണ്ടാകുന്ന നമ്മുടെ ടാക്സ് പിരിച്ചുണ്ടാക്കുന്ന വികസനങ്ങൾക്ക് അപ്പുറം എന്താണ് നമ്മുടെ നാട്ടിലുണ്ടായത്? 2000 രൂപ പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞത് 2021 2500 രൂപ പെൻഷൻ കൊടുക്കും. സുരക്ഷാ പെൻഷനൊന്നും ആരുടെയും വകവില്ല. നമുക്കറിയാം, അന്ന് മുതൽ 2 രൂപ പെട്രോളിനും ഡീസലിനും പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം സെസ്സീഡാക്കി പോകുന്ന ഒരു സർക്കാരാണ്. ഇന്നും അത് നിർത്തിയിട്ടില്ല, ഇന്നും തുടരുന്നു. നമുക്കറിയാം, അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഡീസലിന്റെ വിലയും പെട്രോളിന്റെ വില വർദ്ധിക്കുമ്പോൾ ഇവിടുത്തെ 2 രൂപ എടുത്ത് മാറ്റാൻ തയ്യാറായിട്ടില്ല. ഇന്നും അത് വാങ്ങിക്കൊണ്ടിരിക്കുന്നുള്ള സത്യം. എന്നിട്ട് അതൊക്കെ ഒരു നേട്ടമായിട്ട് പറയുന്നു. അതുപോലെ 10 കൊല്ലത്തെ ഞാൻ പറയും, ഓരോന്നും എടുത്ത് പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. 10 കൊല്ലം മുമ്പ് പവർ കട്ട് ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ആര്യാടൻ മുഹമ്മദ് ഇറങ്ങിപ്പോകുന്ന കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു നമ്മുടെ കറണ്ട് ചാർജിന്റെ അവസ്ഥ? അതിനുശേഷം ഞങ്ങളുടെ കണക്കനുസരിച്ച് 11-12 പ്രാവശ്യം കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പഴയ പോലെയല്ല, ഇന്ന് കറണ്ടുകൾ വാങ്ങാൻ കിട്ടും. ഇന്ന് കേരളത്തിൽ തന്നെ പ്രൈവറ്റ് ഏജൻസികൾ കറണ്ട് ഗവൺമെന്റ് സപ്ലൈ ചെയ്യാൻ സാഹചര്യങ്ങളിലേക്ക് നാട് വളർന്നിരിക്കുന്നു. അവിടെയൊക്കെ വാങ്ങാൻ കിട്ടും. അവിടെയൊക്കെ വാങ്ങി വൻ തുക, 200 രൂപ 300 രൂപ ഒരു സാധാരണ കുടുംബത്തിന് കറണ്ട് ചാർജ് കൊടുക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യം ഇന്ന് 2000 രൂപ 2500 രൂപയിലേക്ക് പോകുന്നു. പാലക്കാടൻ സംവിധാനത്തിലാണ് ഈ കടുത്ത ചൂടില് ഗതികേടിൽ ഒരു AC ഒക്കെ വെച്ചവര് ഇന്ന് അതെല്ലാം എടുത്തു കളഞ്ഞ് മുമ്പോട്ട് കൊണ്ട സ്ഥിതിയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഒരു സാധാരണ നിത്യനിദാന ചെലവുകൾ നടത്തി പോകുന്ന ഒരു സർക്കാരിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കുട്ടികളൊക്കെ എവിടെയാണെന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. ഈ കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കേരളത്തിൽ പരിശോധിച്ചാൽ അധികാരമില്ലാത്തൊരു കോൺഗ്രസിനെ നമുക്ക് കാണാൻ കഴിയുന്നു. സ്വാഭാവികമായിട്ടും 10 വർഷക്കാലം, ഒരു നീണ്ട വർഷക്കാലം കേരളം പോലൊരു സംസ്ഥാനത്ത് കോൺഗ്രസിന് വേരോട്ടമുള്ള ഒരു പ്രദേശത്ത് നീണ്ടൊരു 10 വർഷക്കാലം അധികാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമല്ല. സ്വാഭാവികമായിട്ടും ആത്മാർത്ഥതയുള്ള കോൺഗ്രസ് പ്രവർത്തകന്മാരെ അത് വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നം എന്താ? 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണത്തെ വിമർശിക്കാൻ നമുക്ക് അവകാശമുണ്ട്, വിമർശിക്കാം. അത് പ്രതിപക്ഷത്തിൻ്റെ മുഖ്യമായ രാഷ്ട്രീയ ചുമതലയാണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ 10 വർഷക്കാലത്തിനോട് ഉള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പറഞ്ഞ അഴിമതിരഹിതമായ
സ്വജനപക്ഷപാതമില്ലാത്ത, അഴിമതി ഇല്ലാത്ത ഒരു ഭരണത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരഭിപ്രായം. ആ രംഗത്ത് ഏതെങ്കിലും ഒരു അഴിമതി ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രംഗത്ത്, അതിപ്പം വിവിധ വകുപ്പുകളിലാകാം, മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളിലാകാം, ഏതെങ്കിലും ഒരു ചെറിയ അഴിമതി പോലും കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഇന്ന് രാജ്യത്ത് കേരളത്തിൻ്റെ ഒരു പരിഷ്കൃതമായ ഒരു സമൂഹത്തിനെതിരെ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന പല നടപടികളെ സംബന്ധിച്ച് നമുക്കറിയാം. നമുക്ക് ആർക്കും അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതിനെ ശക്തമായി എതിർക്കുന്നവരാണ്, പ്രതികരിക്കുന്നവരാണ്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചൊരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റിനെതിരെ, മോദിക്കെതിരെ ആ ഗവൺമെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ജനദ്രോഹകരമായ, തൊഴിലാളി വിരുദ്ധമായ അത്തരം നടപടികൾക്കെതിരെ ഒരു ശക്തമായ പ്രതിഷേധം പോലും ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പ്രതിബന്ധങ്ങളെയും ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ എത്രമാത്രം തടസ്സങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, എത്രമാത്രം അതിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന തരത്തിൽ ഏതാണ്ട് BJPയുടെ അല്ലെ ഗവൺമെന്റിനെതിരെ അല്ല അനുകൂലമായി ചിന്തിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷമായി കേരളത്തിൽ ഇന്ന് പ്രതിപക്ഷം മാറി. എന്നാൽ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രതിപക്ഷത്തിന് ഒരു വലിയ ഇതുണ്ട്. ഇതുപോലെ ദുർബലമായ, ഇതുപോലെ ആശയപരമായ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന, ആശയപരമായ ഒരു ഭദ്രതയില്ലാത്തൊരു പ്രതിപക്ഷം കേരളത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. എത്രയോ നേതാക്കന്മാരിൽ മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും സംസ്ഥാന ഗവൺമെന്റ് അനുകൂലമായിരുന്നില്ല, മറിച്ച് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്കാണ്. ഇത് നോക്കിക്കാണുന്ന കേരളത്തിലെ ഒരു ജനസമൂഹത്തെ സംബന്ധിച്ച് അവർ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സുഹൃത്ത് പ്രധാനമായും പറഞ്ഞത് അഴിമതി ഒന്നും ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടില്ല, ദുർബലമായ പ്രതിപക്ഷത്തിന് അഴിമതിയൊന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രമെടുത്താൽ, എന്തിന് 5 കൊല്ലം കഴിഞ്ഞ് 2001 പുതിയ മാൻഡേറ്റ് കിട്ടി വന്ന ഇടതുപക്ഷ സർക്കാർ അതിനുശേഷം ഒരു നിലപാടുള്ള പ്രതിപക്ഷമായി കഴിഞ്ഞ 5 കൊല്ലം പ്രവർത്തിച്ച ഈ സംസ്ഥാനത്ത് പ്രവർത്തിച്ച കോൺഗ്രസ് പ്രസ്ഥാനത്തോട്, UDF പ്രസ്ഥാനത്തോട് ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാൻ തയ്യാറായിട്ടുള്ള സഖ്യം. ഇവിടെ സൂചിപ്പിച്ചു BJP ഗവൺമെന്റിനായിട്ടല്ല മോഡിക്കെതിരായിട്ടൊന്നും കോൺഗ്രസ്, മോഡി എന്നൊരു വാക്ക് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഉച്ചരിച്ചിട്ടില്ല എന്നുള്ളത് ഇന്നത്തെ ദിനപത്രങ്ങളിൽ പോലും എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഏത് രീതിയിലും വശംവദനാകുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. അഴിമതി ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒറ്റ കാര്യത്തിൽ മാത്രം മതി. ശബരിമല സ്വർണ്ണക്കൊള്ള, അതിൽ പ്രതികളായ ശങ്കരദാസ് മുതൽ, വാസു മുതൽ, പത്മകുമാർ മുതൽ എല്ലാവരും പാർട്ടി ഭാരവാഹികളും നേതാക്കന്മാരുമായിരുന്നു. ചെറിയ ഭാരവാഹികളൊന്നും ആയിരുന്നില്ല. സംസ്ഥാന കമ്മിറ്റി മെമ്പറും 32 വർഷം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ജില്ലാ സെക്രട്ടറിയും കൊല്ലം ജില്ലയിൽ 10 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും അതിനുശേഷം പൊളിറ്റിക്കൽ നോമിനിയായ ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ ആയിരുന്ന, അതുപോലെ ശങ്കരദാസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ അപ്പോസ്തലനായ ശങ്കരദാസും ഒക്കെ നേതൃത്വം കൊടുത്ത് നടത്തിയ, ഭരിച്ച ദേവസ്വം ബോർഡ്. കോടതി എടുത്ത നടപടിക്കപ്പുറം ഇതിൽ ഒരാളെങ്കിലും ഒരു ദിവസമെങ്കിലും പാർട്ടിയിൽ നിന്ന് മാറ്റിയെടുത്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കോ കഴിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ കുട്ടിയും കോലും വെച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് പിന്മാറാൻ തയ്യാറാണ്. ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല അവരുടെ പേരിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി അത് ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്തിട്ടില്ല. പിന്നെ കഴിഞ്ഞ കാലങ്ങൾക്ക് വിഭിന്നമായി ഒരു നിലപാടുള്ള പ്രസ്ഥാനമായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ നിയന്ത്രിച്ച അല്ലെങ്കിൽ അവർക്കെതിരായി നിന്ന ഇവിടുത്തെ UDF പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ പല അഴിമതികളും ഈ രാജ്യത്ത് നടക്കുന്നത് ഇല്ലാതായി എന്നുള്ളത് കരുതുന്ന ഒരാൾക്കാരാണ് ഞങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ടെങ്കിൽ പോലും തീർച്ചയായും ഒരു പുതിയ ഭരണം, ഒരു പുതിയ മാറ്റം, ഒരു പുതിയ സംവിധാനം, ഒരു പുതിയ സിസ്റ്റം. നമുക്കറിയാം PM ശ്രീ പദ്ധതിയിൽ പോലും രഹസ്യമായി പോയി ഒപ്പിട്ട കൂട്ടരാണ് ഈ പറയുന്നത്. കേരളത്തിലുള്ള മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ
ആരും അറിയാതെ ശിവൻകുട്ടി ഡൽഹിയിൽ പോയി PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കാശ് വാങ്ങാൻ ശ്രമിച്ചത് എത്ര മ്ലേച്ഛമായിരുന്നു ആലോചിക്കണം. ഏതെങ്കിലും ഒരു ഭരണ സംവിധാനത്തിൽ നടക്കുമോ കേരളത്തിലല്ലാതെ? അങ്ങനെ ചെയ്ത് അവരെ ചുമക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തീർച്ചയായും UDF തന്നെ അധികാരത്തിൽ വരും എന്ന് ആഗ്രഹിക്കുന്ന വിശ്വസിക്കുന്ന ഒരു മേജർ ജനവിഭാഗം കേരളത്തിലുണ്ട്. അവരുടെ ഒരു നല്ല കാലമായിരിക്കും അടുത്ത 4-ന് ശേഷം ഈ രാജ്യത്തെ ഈ